രക്ഷിക്കേ. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സത്യേട്ടാ, ഇന്ദ്രേട്ടനെ അനുചേച്ചി ഒരുമിപ്പിക്കാൻ വേറൊരു വഴിയില്ലേ? എന്തിനാ? അമ്മയ്ക്കും ഏട്ടനും വീണ്ടും ആ പാവത്തിനെ ദ്രോഹിക്കാനോ? ഇന്ദ്രേട്ടൻ ഇപ്പോഴും ചേച്ചിയുടെ മോന്റെയും കൂടി ജീവിക്കണമെന്ന് തന്നെയാ. അത്തരം ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല പ്രതിഭേ. ഭാര്യയോടും മകനോടും സ്നേഹം ഉണ്ടെങ്കിൽ അത് അവരോട് കാണിക്കുകയും കൂടെ നിർത്തുകയും വേണം. അല്ലാതെ അമ്മയെ പേടിച്ച് പ്രിയപ്പെട്ടവരെ ഒഴിവാക്കുന്നവർക്കൊക്കെയുള്ള ശിക്ഷ ഇതൊക്കെ തന്നെയാ. ഇന്ദ്രേട്ടന് അമ്മ കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും ഇന്ദ്രേട്ടൻ ചെയ്യില്ല. അതുപോലെ ഇന്ദ്രേട്ടന്റെ വിഷമം അമ്മയും കാണണ്ടേ? എന്റെ പ്രതിഭേ, ഞങ്ങളുടെ അമ്മയെ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ശത്രുവായിട്ട് ഒരാളെ മുദ്ര കുത്തിക്കഴിഞ്ഞാ അയാളെ എന്തും ചെയ്ത് ഇല്ലാതാക്കുക. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അമ്മയ്ക്കുള്ളൂ. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന ആറ്റിറ്റ്യൂഡ് അമ്മയ്ക്ക്. നീയും സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോ. ആ മനസ്സിൽ നീ ശത്രുവായിട്ട് മാറിയാലേ എനിക്കാ പണി. കുറച്ചു നാളായിട്ട് എന്റെ അടുത്തും അമ്മ അത്ര നല്ല സുഖത്തിലല്ല. അന്ന് അമ്മ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ ഞാൻ വന്നില്ലല്ലോ. അതിനുശേഷം എന്തിനും ഏതിനും അമ്മ എന്നോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുക. സോന വന്നപ്പോ അവള് അമ്മയെക്കുറിച്ചും ഹർഷയെക്കുറിച്ചും അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെക്കുറിച്ച് കുറ്റപ്പെടുത്തി. അതൊക്കെ ഞാനാ സോനയ്ക്ക് പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞ് അമ്മ എന്റെ നേരെ ചാടിക്കടിക്കാൻ വന്നു. മക്കളുടെ മുൻപേ തോക്കുമ്പോ ആ ദേഷ്യം മരുമക്കളോട് കാണിക്കുന്നത് അത് അമ്മയുടെ സ്ഥിരം ഏർപ്പാടാ. നീ അത് കാര്യമാക്കണ്ട. പിന്നെ എല്ലാം കേട്ട് നീ മിണ്ടാതിരിക്കുകയും വേണ്ട. നീ ചെയ്യാത്ത കാര്യം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ വന്നാ നീ അത് ചെയ്തിട്ടില്ല എന്ന് തീർത്തു പറയണം. അങ്ങനെ പറഞ്ഞ അതമ്മ സമ്മതിച്ചു തരുമോ സത്യേട്ടാ? ഞാൻ അമ്മയോട് വഴക്കിന് ചെന്നു എന്നല്ലേ എല്ലാവരും പറയും. എന്ന് വെച്ച് മിണ്ടാതിരുന്നാ പിന്നെ അമ്മയ്ക്ക് അതൊരു വളമായിട്ട് മാറും. അനുവർത്തിക്ക് സംഭവിച്ചതും അതാ. ആദ്യമേ തന്നെ എടുത്തി പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ വിധം തകർത്ത് കളയില്ലായിരുന്നു അവരുടെ ജീവിതം. അനുചേച്ചി ഇതുവരെ പ്രതികരിക്കാത്തതിനും കൂടി ഇപ്പൊ പ്രതികരിക്കുന്നുണ്ടല്ലോ. അതങ്ങനെയാണല്ലോ. സഹിച്ചു മടുത്ത ചിലര് പൊട്ടിത്തെറിക്കും. കിടക്കാം, ചെന്ന് ഡോറടയ്ക്ക്. സത്യേട്ടാ, ഇന്ദ്രേട്ടൻ ട്രാവൽസിൽ വന്ന് സംസാരിച്ച കാര്യത്തില് സത്യേട്ടനും ശ്യാമും എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചോ? അല്ല, അനുചേച്ചിയോട് നിങ്ങൾ പറഞ്ഞ ഷോപ്പിന്റെ പേരിൽ കൊടുത്ത കേസെങ്കിലും ചേച്ചി തൽക്കാലം പിൻവലിക്കില്ലേ? അതുകൂടി നഷ്ടപ്പെട്ട ഇന്ദ്രേട്ടൻ തീർത്തും തളർന്നു പോവും. ശരിയാ. പക്ഷെ എടുത്തി നിയമപരമായി സ്വീകരിച്ചൊരു നടപടി പിൻവലിക്കണമെന്നൊക്കെ അവരോട് നേരിട്ട് എങ്ങനെയാ പ്രതിഭ പറയാ? ഞാനും ശ്യാമും കൂടി അനന്തമാഷിനൊന്ന് കണ്ട് സംസാരിച്ചാലെന്ന് ആലോചിക്കുക. മാഷിന് ഇന്ദ്രേട്ടനോട് എന്തെങ്കിലും ഒരു മനസ്സിൽ തോന്നിയാലോ? അതിലേ ഇനി എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ.
അണ്ണൻ ഉറങ്ങിയല്ലേ? എന്തു പറ്റി? ഉറക്കം വരുന്നില്ലേ? ഞാൻ വിചാരിച്ച അണ്ണൻ ഉറങ്ങിയെ കാണുമെന്നാ. രഘുവും അമ്പിളിയും നിന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു ഞാൻ. ഏയ്, അണ്ണൻ അതിൽ വലിയ മനസ്സ് കൊടുക്കൊന്നും വേണ്ട. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അവർക്ക് പറയാനുള്ളത് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത്രയ്ക്ക് മനസ്സിൽ തട്ടില്ലായിരുന്നു. പക്ഷേ നിന്നിലൂടെ അത് എന്നിലെത്തിക്കാന്ന് പറഞ്ഞ അവര് സീരിയസ് ആണെന്നുള്ളത് അതിനർത്ഥം. അത് അങ്ങനെ അല്ലെന്ന. രഘുവിന് ഇതൊക്കെ അമ്മാവനോട് പറയുന്നതിൽ നല്ല വിഷമമുണ്ട്. എന്നാൽ അമ്പിളി അച്ഛനോട് ആവശ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ അതങ്ങ് കൈവിട്ടു പോകുമെന്ന് അവൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കാം അവരൊന്ന് എൻ്റെ അടുത്തെല്ലാം പറഞ്ഞത്. ഒരു കണക്കിന് അത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. അതെനിക്കറിയാം ദാസ്. അമ്പിളിയോടും രഘുവിനോടും ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഞാൻ ഇതുവരെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത്. ഈ മനസ്സിൽ അവർക്ക് മറ്റാരേക്കാളും സ്നേഹവും കരുതലും കൂടുതലുള്ളതുകൊണ്ടാണ്. അതെനിക്കറിയാം. പഞ്ചരത്നം വീട്ടിൽ നാളെ എൻ്റെ സ്ഥാനത്ത് രഘുവും ലക്ഷ്മിയുടെ സ്ഥാനത്ത് അമ്പിളിയും ഉണ്ടാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ 5 മക്കളും അടങ്ങുന്ന കുടുംബത്തെ എനിക്ക് ശേഷവും ഒരുമിച്ച് നിർത്താൻ അവരുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. ആ പ്രതീക്ഷയ്ക്കൊന്നും ഒരു മങ്ങലും ഉണ്ടാവില്ല. അവർക്ക് ബാക്കിയുള്ളവരെ പോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാഹചര്യം അണ്ണൻ രഘുവിന് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. രഘു സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും അണ്ണനെ ആശ്രയിക്കുന്നത് കാണുമ്പോൾ അമ്പിളിക്ക് നല്ല വിഷമമുണ്ടാവുമല്ലോ. പെണ്ണുങ്ങളല്ലേ, അല്ലെങ്കിൽ തന്നെ അത് ആർക്കായാലും ഉണ്ടാവില്ലേ. ഭർത്താവ് ഉണ്ടാവുമ്പോൾ അച്ഛനെ ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യം അവർക്കും ഇല്ലല്ലോ. നാളെ സഹോദരിമാരിൽ ആരെങ്കിലും അതെടുത്ത് പറഞ്ഞാൽ അമ്പിളിക്ക് അതൊരു വലിയ നാണക്കേടായിട്ട് തോന്നുമായിരിക്കും. ശരിയാ, എല്ലാവർക്കും ഇപ്പൊ അവരവരുടെ കാര്യങ്ങളാണ് വലുത്. അമ്പിളിയുടെ അനിയത്തിമാരാരെങ്കിലും അങ്ങനെ ചോദിച്ചു കൂടാന്നില്ല. എന്തോ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചു നോക്കിയിട്ടില്ല ദാസ്. ഞാനുള്ള കാലം വരെയെങ്കിലും എല്ലാ മക്കളും എൻ്റെ മനസ്സുപോലെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇനിയുള്ള കാലം അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പങ്കുവച്ച് നൽകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നാളെ എൻ്റെ മക്കൾ തമ്മിൽ തല്ലിയാൽ എൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാതാവും. അണ്ണൻ ഇത്രയ്ക്ക് വൈകാരികമായതിനെ കാണുമെന്ന് ഞാൻ കരുതിയല്ല. ഇനി അണ്ണൻ ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തു വയ്ക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെതിരുമല്ല. അതൊരു നല്ല തീരുമാനമായി ഞാൻ പറയും. ഇപ്പോ എൻ്റെ കാര്യം തന്നെ അറിയാലോ. ആയുള്ളത് ഒരു മകളാണ്. കോടിക്കണക്കിന് സ്വത്തിന് അവകാശികൾ വേറെ ആരും ഇല്ലാതിരുന്നിട്ട് അവൾക്കും അവളുടെ ഹസ്ബൻഡിനും ബാംഗ്ലൂർ ഒരു ബിസിനസ് തുടങ്ങാൻ എല്ലാം എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് എത്ര 40 കോടിയോ അത് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് അതെല്ലാം കൊണ്ട് കളയുന്ന. പക്ഷെ അതുണ്ടായില്ല. അവളുടെ സ്വപ്നം പോലെ അവരുടേതായ ജീവിതം അവർ കെട്ടിപ്പടുത്തു. അതുപോലെ അണ്ണനും അണ്ണൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളൊരു ബേസ്മെന്റ് ഉണ്ടാക്കി കൊടുക്കണം. അവരും സ്വന്തമായിട്ട് അവരുടെ കഴിവുപോലെ വളർന്ന് വലുതായിക്കോട്ടെ. ശരി, ഇതുവരെ എൻ്റെ കയ്യിൽ പഞ്ചരത്നം വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ എൻ്റെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു. അതെനിക്കറിയാം. ഇനിയിപ്പോൾ ഉള്ളത് അവരുടെ അമ്മയുടെ പേര് കിട്ടിയ കുറച്ച് സ്വത്താ. അതില് പണമായി കിട്ടിയ 1 കോടിയില് 50 ലക്ഷം അനുവിന് വീട് വാങ്ങാനും 25 ലക്ഷം കടം വീട്ടാനും എടുത്തു. അത് രഘുവിന്റെ ബിസിനസ് പൊളിഞ്ഞതിന്റെ കടമായിരുന്നു. അത് ഞാൻ കുടുംബത്തിന്റെ കടമായിട്ട് തന്നെ കണക്കൂട്ടിക്കൊള്ളാം. അത് നല്ല തീരുമാനമാണ്. രഘു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവനാ. അവൻ നേടിയതൊക്കെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കടം തീർക്കാനുള്ള ബാധ്യത കുടുംബം ഏറ്റെടുക്കണം. അക്കൗണ്ടിൽ പണമായി ബാക്കിയുള്ളത് 25 ലക്ഷം രൂപയാണ്. പിന്നെ മുത്തശ്ശി മക്കൾക്ക് കൊടുത്ത 100 പവനോളം സ്വർണം ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ എടുക്കാം. ലക്ഷ്മി അടുത്തിയുടെ സ്വത്തിന്റെ കാര്യത്തിൽ
തീരുമാനമൊന്നും ആയില്ലല്ലോ. ഇല്ല. തറവാടിനും ഭൂമിക്കും ലക്ഷ്മിക്കും പാർവതിക്കും തുല്യ അവകാശമായിരിക്കുമെന്നാണ് അന്ന് അമ്മ സൂചിപ്പിച്ചത്. അതൊക്കെ അവര് വന്നിട്ട് വേണം ഇനി തീരുമാനിക്കാൻ. വരുന്ന വിഷുവിന് രണ്ടുപേരും വരുന്നു എന്ന് എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു. ആണോ? എങ്കിൽ പിന്നെ ഭാഗം വെപ്പൊക്കെ അവർ വന്ന ശേഷം സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി. തൽക്കാലം അണ്ണൻ ബാങ്കിലെ കാശെടുത്ത് രഘുവിന് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി കൊടുക്കുന്ന കാര്യം ആലോചിക്കും. ഇപ്പൊ അതാണല്ലോ അത്യാവശ്യമായിട്ടുള്ളത്. ശരി ദാസ്, എങ്കിൽ അങ്ങനെ ചെയ്യാം. നാളെ തന്നെ നമുക്ക് അമ്പിളിയും രഘുവിനെയും വിളിച്ച് സംസാരിക്കാം. അവരുടെ പേടിയും വിഷമമൊക്കെ ഒന്ന് മാറട്ടെ. എന്താ? ശരിയെന്നാ, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം.